തിരുവനന്തപുരത്ത് നവകേരള യാത്ര കടന്നുപോകുന്ന സ്ഥലങ്ങളിൽ ഡ്രോൺ പറത്താൻ പാടില്ലെന്ന് പോലീസ്. ഈ മേഖലകളിൽ താൽക്കാലിക റെഡ് സോണുകൾ ഏർപ്പെടുത്താൻ ജില്ലാ പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലക്ക് നിലനിൽക്കെ ഡ്രോൺ ഓർഡർ ചെയ്തതിന് NSUA ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തുമ്പോൾ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ് പോലീസ്. സദസ്സിന്റെ സുരക്ഷിതമായ നടത്തിപ്പിന്റെ ഭാഗമായി ഇന്നു മുതൽ 22 വരെയുള്ള ദിവസങ്ങളിൽ ഡ്രോൺ പറത്തുന്നത് നിരോധിച്ചു. തിരുവനന്തപുരം റൂറൽ ജില്ലയിലെ വർക്കല, ആറ്റിങ്ങൽ, മംഗലപുരം, വെഞ്ഞാറമൂട്, നെടുമങ്ങാട്, ആര്യനാട്, കാട്ടാക്കട, നെയ്യാറ്റിൻകര, പാറശാല എന്നീ സ്റ്റേഷൻ പരിധിയിൽ രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിരോധനം. നടപടി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ്. അതിനിടെ ഡ്രോൺ ഓർഡർ ചെയ്തതുമായി ബന്ധപ്പെട്ട NSUI ദേശീയ സെക്രട്ടറി എറിക് സ്റ്റീഫനെ വലിയതുറ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. എറിക് സ്റ്റീഫന് ഡ്രോൺ നൽകരുത് എന്ന് നിർദ്ദേശിച്ച് ഡ്രോൺ ഓർഡർ ചെയ്ത ബാംഗ്ലൂർ ആസ്ഥാനമായ കമ്പനിക്കും പോലീസ് നോട്ടീസ് അയച്ചു. നവകേരള സദസ്സ് ഇന്ന് അവസാന ജില്ലയായ തിരുവനന്തപുരത്ത് പ്രവേശിക്കും. വർക്കല മണ്ഡലത്തിലാണ് ആദ്യ പരിപാടി. ശിവഗിരി മഠം ഓഡിറ്റോറിയത്തിലാണ് വേദി. 122 മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തുന്നത്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കുള്ള സാധ്യത കണക്കിലെടുത്ത് ജില്ലയിൽ കൂടുതൽ പോലീസ് വിന്യാസവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.